സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനാണ്. നമ്മൾ കുറേ നാളായിട്ട് കേൾക്കുന്നത്, കഴിഞ്ഞ ആഴ്ച മുഴുവൻ കേൾക്കുന്ന ഒരു ന്യൂസിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിരിക്കുന്നത്. ദ ഇന്ത്യൻ ഫാർമ കമ്പനി മെയ്ഡൻ ഫാർമ വാസ് എക്സ്പോർട്ടിംഗ് കഫ് സിറപ്സ് വിച്ച് ഈസ് നോൺ ടു കണ്ടെയ്ൻ DEG ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ ഇൻ മോർ ദാൻ നോർമൽ ലെവൽസ്. WHO നോട്ടിഫിക്കേഷൻ പ്രകാരം ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന, കണ്ടാമിനൻ്റായിട്ട് അടങ്ങിയിരിക്കുന്ന കഫ് സിറപ്സ് ആണ് മെയ്ഡൻ ഫാർമ എന്ന് പറഞ്ഞ ഇന്ത്യൻ കമ്പനി എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അത് ശരിയാണോ? നമ്മൾ ഹിന്ദു ന്യൂസ് റിവ്യൂവിലും അനാലിസിസിലൊക്കെ സ്ഥിരം ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഹാസ് റിസൾട്ടഡ് ഇൻ ചിൽഡ്രൻ ഡൈയിങ് ഇൻ ആഫ്രിക്കൻ കൺട്രി എത്യോപ്യ. ഏത് രാജ്യത്താണ് കുട്ടികളുടെ മരണകാരണം ഈ പറയുന്ന ഡൈഎത്തിലീൻ ഗ്ലൈക്കോൾ കാരണം ഉണ്ടാക്കിയത്? ഈ പറഞ്ഞ ഫാർമയുടെ കഫ് സിറപ്പ് കാരണം ഉണ്ടാക്കിയത് എത്യോപ്യ ആണോ ഗാംബിയ ആണോ? ഗാംബിയ, എത്യോപ്യ അല്ല, തെറ്റാണ്. ദ കഫ് സിറപ്സ് റിസൾട്ടഡ് ഇൻ സിവിയർ കിഡ്നി ഫെയിലിയർ അമംഗ് ദ ചിൽഡ്രൻ. എന്താണ് മരണകാരണമായിട്ട് പറയുന്നത്? സിവിയർ ആയിട്ടുള്ള കിഡ്നി ഫെയിലിയർ, 5 ദിവസം ഇത് കൺസ്യൂം ചെയ്തിട്ട് 5 ദിവസത്തിനുള്ളിൽ തന്നെ കിഡ്നി ഫെയിലിയർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. വളരെ സിവിയർ ആയിട്ടുള്ളൊരു ന്യൂസാണ്, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. അപ്പോൾ ഇത് ശരിയാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ ഏതാണ് ഉത്തരം? 1 and 3 ആണ് ഉത്തരം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ ഇതിൻ്റെ എക്സ്പോർട്ട് ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഹരിയാന ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പോർട്ടിംഗ് കമ്പനിയാണ്. മെഡിസിനൽ ഡ്രഗ്സ് എക്സ്പോർട്ട് ചെയ്യുന്നൊരു കമ്പനിയാണ്. കേരളമൊക്കെ നേരത്തെ ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പ്രൊഡക്ഷൻ റിജക്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലൊന്നും ഈ സാധനം വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്തൊരു ചോദ്യമായിട്ട് പിന്നെ കാണാം. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഒരു ചോദ്യം മാത്രം ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യായിരുന്നു. പക്ഷേ ഇത് കുറച്ചാകുമ്പോൾ പിന്നെ അത് ഭയങ്കര ഹെക്റ്റിക് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓർത്ത് വെക്കാൻ ഇതാണ് എളുപ്പം. അപ്പോൾ ബൈ, ടേക്ക് കെയർ.